ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിലുള്ള പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾ എനിക്ക് ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിനായിട്ട് നന്ദി. എന്നാൽ യാത്രയുടെ ഇടയിൽ ഞാൻ വളരെ ഒരു വെരി ബാഡ് വൈറൽ ഫീവർ കാരണം പ്രയാസപ്പെട്ടു. അത് കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. എങ്കിലും ശബ്ദം നഷ്ടപ്പെട്ടു. എങ്കിലും കർത്താവ് നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. നിങ്ങളിൽ പലരും പ്രാർത്ഥിച്ചല്ലോ, അതിനായിട്ട് ഒരുപാട് നന്ദി നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ മക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. അതുകൊണ്ട് ഇങ്ങനെ ഓടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരുപാട് ഓടേണ്ടത് ആവശ്യമാണല്ലോ. ഞാൻ എൻ്റെ 2 യാത്രകൾ ക്യാൻസൽ ചെയ്തു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആരോഗ്യം ഇച്ചിരൂടെ ഒന്ന് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് 2 യാത്രകൾ ക്യാൻസൽ ചെയ്തു. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം US വരുവാൻ ഈ വർഷം എനിക്ക് സാധിക്കുന്നില്ല. അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ അതെല്ലാം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം വരാമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മീറ്റിംഗ് കുറയുന്നില്ല. ഇവിടുത്തെ മീറ്റിങ്ങുകളുണ്ട്, ലോക്കലായിട്ടുള്ള പല മീറ്റിംഗ്സ് ഉണ്ട്. അത് ശേഷം എനിക്ക് മലേഷ്യയിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു യൂത്ത് കോൺഫറൻസിന്. ഇങ്ങനെ മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മിഷണറി കോൺഫറൻസ് നവംബർ ലാസ്റ്റ് വീക്കിൽ ആകുന്നു. നമ്മുടെ പകുതി, അതായത് 350 മിഷണറിമാർ, എല്ലാവർക്കും കൂടെ വരാനൊക്കത്തില്ലല്ലോ, ഫീൽഡ് ഇട്ടേച്ച്. എന്നാൽ 350 പേരോളം വരുന്നുണ്ട്. നല്ലൊരു സമയമായിരിക്കും. അതിന് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ എന്നോട് പറയണം. കാരണം അല്ലെങ്കിൽ സ്ഥലം കിട്ടത്തില്ല. കാരണം നമ്മുടെ ഫെസിലിറ്റിക്ക് ഒരു 10,000 1200 പേരിൽ കൂടുതലൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എന്നോട് പറയണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആട്ടെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം, ഗിരിപ്രഭാഷണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് വീണ്ടും കേട്ടു, നിങ്ങളത് റിവൈസ് ചെയ്തു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ടെക്നിക്കലി പഠിക്കുന്നതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രായോഗിക തലത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാനും ഇത് കേട്ടു എൻ്റെ യാത്രകളുടെ ഇടയിൽ, എന്നെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യാൻ. പ്രത്യേകിച്ച് അവസാനത്തെ നമ്മൾ പഠിച്ച് നിർത്തിയത് സൗമ്യത കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ അത് എക്സസൈസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും ദൈവം എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നു. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു സമയം കൂടെ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊള്ളട്ടെ. ആട്ടെ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 3 കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്സ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താണ്? ഒന്ന്, വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു ഭാഗമാണ്. കാരണം കർത്താവിൽ വീണ്ടും ജനിക്കാത്ത പുതിയ സൃഷ്ടിയല്ലാത്ത ഒരാൾക്ക് ഇത് പാലിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മുടെ ജഡത്തിൽ ഇത് പാലിക്കാൻ സാധിക്കത്തില്ല. 2, ക്രിസ്തുവിനോട് എന്നെ അടുപ്പിക്കുന്നതാണ് ഈ ഭാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലായി. 3, നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൻ്റെ പദ്ധതിയിൽ സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല ബ്ലൂ പ്രിന്റ് ആണെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കി. 4, ഇറ്റ് ഈസ് എ ബെഞ്ച് മാർക്ക്, നമുക്കൊരു അളവുകോലാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച എത്രമാത്രം എന്ന് അറിയാൻ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ നല്ലൊരു ഭാഗമാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ ഭാഗം എന്നുള്ളത് നമ്മൾ നോക്കി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾക്ക് കർത്താവിലുള്ള നമ്മുടെ മെച്യൂരിറ്റി അളക്കാൻ വേണ്ടി ഉള്ളൊരു നല്ല ഭാഗമാണ് 8 പടികൾ. നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? കർത്താവെ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിവില്ല എന്നുള്ള തിരിച്ചറിവിലാണ് രക്ഷ തുടങ്ങുന്നത്. അവസാനിക്കുന്നതോ ഏത് പടിയിൽ അവസാനിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് ഓരോ പടിയായിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് മുന്നോട്ട് നോക്കാം. നമ്മൾ ആദ്യത്തെ 3 നോക്കി. ഒന്ന്, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, അല്ലേ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ കാരണം എന്താ? സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ സ്വർഗരാജ്യം നേടണമെങ്കിൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് സാധിക്കത്തില്ല. ഞാനൊരു ദരിദ്രൻ ആണെന്ന് ഞാൻ തിരിച്ചറിയാതെ ക്രിസ്തുവിന് എന്നെ ഉടുപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ നോക്കി. 2, ആത്മാവിൽ ദരിദ്രരായവർ മാത്രമല്ല ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ ദോസ് ഹു മോൺ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആരാണ് ദുഃഖിക്കുന്നവർ?
എങ്ങനെയാണ് ദുഃഖിക്കേണ്ടത്, എങ്ങനെ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞു നിർത്തത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതായിരുന്നു മൂന്നാമത് നമ്മൾ നോക്കിയത്. സൗമ്യത എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിയാറ്റിറ്റ്യൂഡാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കർത്താവ് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സൗമ്യത നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളോട് യോജിക്കാത്ത ആളുകൾ നമുക്കെതിരായി എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്താണ്? നമ്മുടെ ആശയത്തോട് യോജിക്കാത്തവർ അതിന് മറുപടി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരിച്ചതിന് പ്രതികരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് സൗമ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് തരും എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത് നോക്കിയത്. ഇന്ന് നാലാമത്തേത് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ വിഷയം 6-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 5:6. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് വലിയ സന്തോഷം വന്നൊരു കാര്യം. ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൈറൽ ഇൻഫെക്ഷൻ കാരണം ഞാൻ വയ്യാതെ കിടക്കുക. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ദേഹവേദന വന്നു. എൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ബാക്കിൽ വന്നുകൊണ്ട് ഞാൻ ഫിസിയോതെറപ്പിക്ക് ഇവിടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഫിസിയോതെറപ്പിക്ക്. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന ഫിസിയോതെറപ്പി. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം അടുത്ത ഒരു 75 വയസ്സ് വരുന്ന ഒരു ആൻറ്റി, ഒരു പ്രിയ അമ്മ, ഇങ്ങനെ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ ഇതാ അങ്ങോട്ടാണോ പോകേണ്ടത് ഇങ്ങോട്ട്. പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് ചെറിയനല്ലേ? ഞാൻ പറഞ്ഞു ആന്നു. ഞാൻ 2 ആഴ്ചയായിട്ട് ബൈബിൾ സ്റ്റഡി നടക്കാഞ്ഞത് ദേഹവേദന കാരണമായിരുന്നോ എന്നെന്നോട് ചോദിച്ചു. പറഞ്ഞു മത്തായിയുടെ സുവിശേഷം ഈ ലാസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ് വരെ കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് നല്ല സമയം ലഭിച്ചു. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം, ഈ ആശുപത്രിയിൽ ചെന്നാലും നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കാണാൻ സാധിക്കുന്നു, അവരോടൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നു, ദൈവസ്നേഹം പങ്കുവെക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ വലിയ ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫിസിയോതെറപ്പിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാലാമത്തേത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ റൈച്ചസ്നെസ്, ഫോർ ദേ ഷാൽ ബി സാറ്റിസ്ഫൈഡ്. ഇതെന്തുവാ? നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ. ഈ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരുടെ കാര്യം നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയായിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിൽ വെള്ളത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം ദാഹിക്കുമോ അതുപോലെ വേണം ഞാൻ നീതിക്ക് വേണ്ടി ദാഹിക്കാൻ. ആഹാരം ലഭിക്കാത്തപ്പോൾ ഞാൻ എങ്ങനെ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നോ അതുപോലെ വേണം ഞാൻ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ. സോ എനിക്കിപ്പോൾ വെള്ളം ലഭിക്കാതെ ഒരു ദിവസം കഴിയുമെന്ന് വിചാരിക്കുക. ആ വെള്ളം എനിക്ക് എൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട, അല്ലേ? മറ്റൊന്നും വേണ്ട. പക്ഷെങ്കിൽ എനിക്ക് ആകെ കൂടെ വേണ്ടിയത് ആ വെള്ളം, ആ വെള്ളത്തോടുള്ള എൻ്റെ ആ സമയത്ത്. ശരി, നിങ്ങൾക്കൊരു 10 പവന് സ്വർണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ മരിക്കാനായി കിടക്കുന്നവന് ആ 10 പവൻ സ്വർണം വേണ്ട. കാരണം എന്നാ? അവരെ വേണ്ടിയത് ഈ വെള്ളമാണ്. എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ടെൻഡൻസി എന്താണെന്നറിയാമോ? നമ്മളെപ്പോഴും ഈ ലോകത്തിലേക്ക് തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ വിശപ്പിനെ നിറയ്ക്കാൻ ലോകത്തിലേക്ക് തിരിയുവാൻ, നമ്മുടെ ദാഹത്തെ തീർപ്പാൻ ലോകത്തിലേക്ക് തിരിയുന്നൊരു പ്രവണത അവിശ്വാസിക്കല്ല. അവിശ്വാസി അങ്ങനെയാണ് അതിൻ്റെ പ്രവണത, വിശ്വാസിക്ക് പോലും ഉണ്ട്. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ വീണ്ടും ദാഹിക്കും. കാരണം നീ പല വെള്ളങ്ങളുടെ പുറകിൽ പോകുക. ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ, എല്ലാം വിട്ടേച്ച് കർത്താവിൻ്റെ പുറകിൽ വരുന്ന ദൈവമക്കൾ വീണ്ടും ലോകത്തിൻ്റെ പുറകിൽ അവരുടെ ദാഹത്തെ ശമിപ്പിക്കാൻ പോകുന്ന അവസ്ഥ ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. കാരണം എന്നാണെന്നറിയാമോ? കർത്താവ് തരുന്ന ജീവജലം കൊണ്ട് തൃപ്തി വരുത്താനും സാധിക്കുന്നില്ല, ലോകത്തിൻ്റെ സന്തോഷമൊട്ട് എൻജോയ് ചെയ്യാനും സാധിക്കത്തില്ല. ഇത് വളരെ ഭയങ്കരകരമായ ഒരു അവസ്ഥയാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് ടു വാക്ക് ഓൺ ബോത്ത് സൈഡ്സ്, അല്ലേ? 2 വശത്തൂടെ അവർക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുവെള്ളത്തിൽ കാലിടുക എന്ന് പറയും. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷമുണ്ടോ? ഇല്ല. ലോകക്കാർ സന്തോഷിക്കുന്നത് പോലെ, അത് യഥാർത്ഥ സന്തോഷമല്ല, എന്നാൽ അതുപോലെ സന്തോഷിക്കാനും പറ്റാത്ത ഒരു
കൂട്ടർ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ക്രിസ്തുവിൽ ജനിച്ചു കഴിഞ്ഞാൽ, പുതിയ സൃഷ്ടിയായാൽ, നാം സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നിലും നമ്മൾ ആയിത്തീരരുത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുമ്പോൾ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. മോശയ്ക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. മോശ ദൈവജനത്തെ നയിച്ചതുകൊണ്ട് ദൈവജനത്തിന് വലിയ അത്ഭുതം ചെയ്തു. മന്ന കൊണ്ട് അതിശയകരമായി അവർക്ക് തൃപ്തി വരുത്തി. വലിയ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ചെങ്കടൽ പിളർത്തി. ഫറവോനെയും സൈന്യത്തെയും മുക്കി. വലിയ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം പറയുന്നു, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകരുത്, നിന്റെ വഴികളെ പഠിപ്പിക്കണമേ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ദൈവം അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നു, മോശയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു. അവസാനം മോശ പറയുക, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. ഈ മോശ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ കണ്ടതുപോലെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴയ നിയമത്തിൽ ആരെങ്കിലും? മുഖാമുഖമായി സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് അല്ലേ? എന്നിട്ട് പറയാ, എനിക്ക് നിന്റെ തേജസ് കാണണമെന്ന്. ഇതാണ് യഥാർത്ഥ ഭക്തന്മാരുടെ പ്രത്യേകത. ഒരു വശത്ത് ഒരു കൂട്ടരുണ്ട്, 20 ലക്ഷം പേരുണ്ട്. 20 ലക്ഷം അല്ല, അതിൽ കൂടുതൽ കാണുമായിരിക്കും. 20 ലക്ഷം പേര്, 2 മില്യൺ പീപ്പിൾ. അവരെന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്ക് എന്താ ഭക്ഷണമില്ലാത്തത്? ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഇറച്ചിയില്ലാത്തത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാ കാടപ്പക്ഷി. ഞങ്ങൾക്ക് എന്താ വെള്ളമില്ലാത്തത്? ഇത് തന്നെ ഇവരുടെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർ വരുമ്പോൾ ആകെ കൂടെ അവർക്ക് വേണ്ടിയത് വെള്ളം, ഭക്ഷണം, അവർക്ക് വേണ്ടിയ അത്ഭുതങ്ങൾ. ഇതല്ലാതെ അവർക്ക് വേറൊന്നും വേണ്ട. മോശയുടെ വിശപ്പ് എന്തിനു വേണ്ടിയാ? മോശയുടെ വിശപ്പ്, കർത്താവേ എനിക്ക് നിന്നെ കൂടുതലൊന്ന് അറിയണം. ഇതുവരെ കണ്ടതുപോലെ പോരാ, നിന്റെ തേജസ് എന്നെ കുറച്ചുകൂടെ കാണിക്കണം. ഇതായിരിക്കണം ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന. കർത്താവേ, ഇതുവരെ കണ്ടതുപോലല്ല, എനിക്ക് ഇനിയും നിന്നെ കൂടുതൽ അറിയണം, എനിക്ക് നിന്നെ കൂടുതൽ കാണണം, എന്നെ നിറയ്ക്കണം കർത്താവേ, ഞാൻ ദാഹിക്കുന്നു. അതല്ലേ മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ, നമ്മൾ പാട്ട് പാടുന്നു, മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദാവീദ് പഴയ നിയമ ഭക്തനാ, പക്ഷെങ്കിൽ എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, ഇതിനൊരു ടെസ്റ്റ് ഞാൻ പറയാം. വാട്ട് ഈസ് ദ ടെസ്റ്റ് ഓഫ് സ്പിരിച്വൽ ഹങ്കർ? എനിക്കും നിങ്ങൾക്കും ഈ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും വിശന്ന് ദാഹിക്കുന്നവരാണോ എന്നുള്ളതിൻ്റെ പരീക്ഷ. ഒന്ന്, ഞാൻ എന്നിൽ തന്നെ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ, അതോ എന്നിൽ എനിക്ക് യാതൊരു സംതൃപ്തി ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് സെൽഫ്. ലോകം നമ്മളോട് പറയും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലുണ്ട്. ഭക്തൻ അങ്ങനല്ല പറയുന്നത്, എൻ്റെ ഉറവുകളെല്ലാം കർത്താവെ നിന്നില. ഇതാണ് വ്യത്യാസം, അല്ലേ? എൻ്റെ സാറ്റിസ്ഫാക്ഷനും എൻ്റെ ജോയും എൻ്റെ സംതൃപ്തി കർത്താവ് എന്നിലല്ല, എനിക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലല്ല, പിന്നെയോ അങ്ങിലാണ് എൻ്റെ ഉറവുകളെല്ലാം. അതാണ് ട്രൂ സ്പിരിച്വൽ ഹങ്കർ. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടിയെന്നുള്ളതല്ല കർത്താവെ, നിന്നിലാണ് എനിക്ക് ലഭിക്കുന്ന സംതൃപ്തി. അത് ഒന്നാമത്തെ ടെസ്റ്റ്. 2, ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ മീൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പുറമേ ഉള്ള കാര്യങ്ങൾ പണ്ട് എനിക്ക് സംതൃപ്തി നൽകുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അതിൽ സംതൃപ്തി നേടാൻ സാധിക്കുന്നില്ല. എൻ്റെ ഒരു സ്നേഹിതൻ ദുബായിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പുള്ളി പല വിധങ്ങളിലെ മൂവീസ് കാണുമായിരുന്നു, പല ടൈപ്പിലെ മൂവീസ്, അഴുക്ക് മൂവീസ് അങ്ങനല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ പുള്ളി കാണുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി. ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി കാണുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചെറിയ സത്യം പറഞ്ഞാലേ, ഞാൻ ഇന്ന ആളുടെ ഫാനാണ്, ഇന്ന സ്റ്റാൻഡപ്പ് കൊമീഡിയൻസിൻ്റെ വലിയ ഫാനാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഓണാക്കിയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. അവർ പറയുന്നത് മോശമായിട്ടല്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കതിനകത്ത് സംതൃപ്തി ഇല്ല. കാരണം എന്നാ? ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ കണ്ടു. ഇനി ഈ മറ്റു വെള്ളങ്ങൾക്ക് നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ യുവർ ടേസ്റ്റ് ഹാസ് ചേഞ്ച്ഡ്. അതുകൊണ്ട് ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ മീൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത് തെറ്റാണെന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. തെറ്റായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്ന കാര്യം അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഈവൻ നല്ല കാര്യങ്ങൾ പോലും ഇപ്പോൾ ഭക്തന് സംതൃപ്തി തരുന്നില്ല എന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിൽ മാത്രം അവൻ സംതൃപ്തി കാണുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അതിൻ്റെ ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റ്. കാരണം ചിലപ്പം ചിലർ എന്നോടൊന്ന് പറയും, ചിലപ്പോൾ അവർ വളരുന്ന
ഫേസിലായിരിക്കും അവർ കർത്താവെ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാന്നൊക്കെ പറയും. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ സമയം മുഴുവൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അവർ സംതൃപ്തി കണ്ടെത്തുന്നു എന്നുള്ളത് എനിക്ക് വലിയൊരു വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും അവരോട് പറയത്തില്ല. ബട്ട് ഹൗ കെൻ യു ഫൈൻഡ് ജോയ് കണ്ടിന്യൂസ്ലി ഇൻ തിങ്സ് വിച്ച് ആർ അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്? എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ പ്രയാസമേറെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആകുമായിരിക്കും, ചിലപ്പം ആരെങ്കിലും ചില കൂട്ടുകെട്ടുകളും ചില എൻ്റർടൈൻമെൻറ്റ് ഫോംസിലൊക്കെ എൻഗേജ്ഡ് ആകുമായിരിക്കും. പക്ഷെങ്കിൽ അതിൽ സംതൃപ്തരാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം ആണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മൂന്നാമത്തെ അടയാളം ദൈവവചനത്തോടുള്ള ദാഹം. ഒരുവൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നുണ്ടോ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നുണ്ടോ ഒന്ന് ഏറ്റവും എളുപ്പ വഴി ഞാൻ പറയാം, ദൈവവചനത്തോടുള്ള ദാഹം. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പലയിടത്തൊക്കെ ശുശ്രൂഷിക്കാൻ ചെല്ലും. അപ്പോൾ ഈ വേർഷിപ്പ് ലീഡേഴ്സ് ഉണ്ടല്ലോ, ഞാൻ ആരും കുറ്റം പറയും, ഞാനൊരു വേർഷിപ്പ് ലീഡറാണ്. അങ്ങനെ ഈ പാട്ട് പാടുന്നവർ, പാട്ടിന് വേണ്ടി കൂട്ടുന്ന ഒരു കൂട്ടർ കാണും. ഈ പുള്ളികൾ എല്ലാം ഭയങ്കര പരിപാടികളും എല്ലാം കഴിഞ്ഞേച്ച് ദൈവവചനം തുറക്കാറാകുമ്പോൾ ഉണ്ടല്ലോ, ഇവന് ഉറക്കം വരും, ഇവന് പുറത്തിറങ്ങിപ്പോണം, ഇവനപ്പോൾ വെള്ളം കുടിക്കാൻ പോകണം, അവന് ഇരിക്കാൻ പറ്റുന്നില്ല, അവന് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ദൈവവചനത്തോട് യാതൊരു കൂറുമില്ലാത്തൊരു വ്യക്തി ദൈവത്തിന് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമല്ല. ക്രേവിങ് ഫോർ ഗോഡ്സ് വേർഡ്. 4, പ്ലെഷർ ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവീകമായ കാര്യങ്ങളിലുള്ള സന്തോഷം. കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ദൈവമക്കളെ ഒന്ന് കാണുന്നു, എന്തൊരു സന്തോഷം അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ശരി, ഫിസിയോതെറാപ്പി അതൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ആ അമ്മച്ചിയുടെ കൂടെ ഇരുന്ന് കുറച്ച് 2 വാക്ക് ദൈവമക്കൾ, നമുക്കൊരു സന്തോഷം. ക്രിസ്തുവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ദൈവികമായ കാര്യങ്ങളിൽ എന്തുകൊണ്ടോ എൻ്റെ സന്തോഷം മാറി, എൻ്റെ ടേസ്റ്റ് മാറി. പറഞ്ഞു മനസ്സിലായി? ഇതാണ് ആത്മീയമായ ദാഹത്തിൻ്റെ തെളിവുകൾ. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ എന്നിൽ തന്നെ സംതൃപ്തി നേടുന്നൊരുത്തനാണോ, അതോ ഞാൻ മറ്റ് കാര്യങ്ങളിൽ ഇപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ഒരു കാര്യം പറയാം പ്രിയമുള്ളവരെ, ഇന്നത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചു. ദൈവവചനം ഉണ്ടല്ലോ, അതിന് അടിസ്ഥാനം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ ലോക കാര്യങ്ങളിൽ ഞാൻ അമിത സന്തോഷം കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ കാര്യങ്ങളിലും, അതായത് നീതിക്ക് വേണ്ടി വിശക്കുന്ന ഒരു വ്യക്തിയാകാൻ സാധ്യതയില്ല. അത് നമ്മളങ്ങ് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ആരെയും വിരൽ ചൂണ്ടുവല്ല. ബട്ട് ഇഫ് യു ആർ ഫോർ എവർ സാറ്റിസ്ഫൈഡ് ആൻഡ് ഫൈൻഡ് ജോയ് ഇൻ ദ തിങ്സ് ഓഫ് ദ വേൾഡ്, എപ്പോഴും എങ്ങനെ നോക്കിയാൽ ഇവർ ഈ ലോക കാര്യങ്ങളിലാണ് സന്തോഷം, നമ്മുടെ ആത്മീയമായ ദാഹത്തിന് എന്തോ കാര്യമായി സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മളെ തന്നെ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഇന്നൊന്ന് സംസാരിക്കണമേ, കർത്താവെ വചനം തുറക്കുമ്പോൾ കർത്താവെ പുതിയതായിട്ട് എന്നോടൊന്ന് സംസാരിക്കണമേ, അങ്ങയുടെ ഹിതം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ തേജസ് കാണാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നീതിക്ക് വേണ്ടി വിശക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ കർത്താവിനെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഈ ദാഹമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്നാ പറ്റുന്നറിയാം, ഈ ദാഹം അങ്ങ് മങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ ദാഹം മങ്ങിപ്പോയോ? ഈ ദാഹം മങ്ങുന്നതിൻ്റെ കാരണം ഞാൻ പറയട്ടെ, നമ്മൾ ജഡത്തെ ഒരുപാട് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. യു cannot walk in the spirit if through the day you are feeding your flesh. ആത്മാവിൽ നടക്കാൻ സാധിക്കത്തില്ല. രാവ് തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ജഡത്തെയാണ് ഞാൻ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എൻ്റെ കൂട്ടുകാർ മുഴുവൻ ജഡീകരാണ്, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് മുഴുവൻ ജഡത്തിനെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, എൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ ആത്മാവിനെ അത് തളർത്തുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആത്മീയമായ കാര്യങ്ങളും അതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഐ ഹാവ് ടു ഓൾവേസ് പ്ലെഷർ ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ്. അതുകൊണ്ട് 4ാമത്തെ ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ പുതിയൊരു വിശപ്പ് തരണമേ, അങ്ങയുടെ വചനത്തോടൊരു വിശപ്പ്, കർത്താവിൻ്റെ കാര്യങ്ങളോടൊരു വിശപ്പ്, ദൈവ മക്കളോടുള്ളൊരു സ്നേഹം, ഇതുകൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവേ. ജഡികമായ കാര്യങ്ങളിൽ നിന്ന്
കർത്താവെ, ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. കാരണം എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവികമായ കാര്യങ്ങളിലേക്ക് തിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5, ബ്ലെസ്ഡ് ആർ ദ മേഴ്സിഫുൾ, ഫോർ ദേ ഷാൽ റിസീവ് മേഴ്സി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. റോമൻ സംസ്കാരം അനുസരിച്ച് കരുണ കാണിക്കുന്നത് ബലഹീനതയുടെ ഒരു അടയാളമാണ്. കരുണ കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലും ബലഹീനതയുടെ ഒരു അടയാളമാണ്. എന്നാൽ ദൈവമക്കൾക്ക് കരുണ കാണിക്കുക എന്ന് പറയുന്നത് ബലഹീനതയല്ല, അവൻ ആത്മാവിൽ എത്ര ബലവാനാണെന്നുള്ളതിൻ്റെ തെളിവാണ് കരുണ കാണിക്കുന്നു. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരുത്തൻ വന്ന് പെട്ടെന്ന് കുറുകെ ചാടി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഡോറ് തുറന്നിട്ട്, എങ്ങോട്ടാടാ ഓടിക്കുന്നത്? ആ ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ബലഹീനൻ അല്ലേ? അതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ എന്നെ പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കരുണ കാണിക്കണം. എന്നോടൊരാൾ തെറ്റ് ചെയ്താൽ അവരോട് ക്ഷമിക്കാൻ വലിയ പ്രയാസമാണ്. പ്രയാസമെന്ന് ഞാൻ പറയത്തില്ല, ഇമ്പോസിബിൾ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെങ്കിൽ ക്രൂശിലോട്ട് നോക്കുമ്പോഴോ, എൻ്റെ തെറ്റുകൾ മുഴുവൻ എന്നോട് കണക്കിടാതെ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ ഞാൻ എന്തു ചെയ്യും? എന്നോട് ചെറിയ തെറ്റ് ചെയ്തവനെ ക്ഷമിക്കാനുള്ള കൃപ. അതുകൊണ്ടാണ് കരുണ കാണിക്കേണ്ടത്. നമ്മളെ ലോകം പഠിപ്പിക്കുന്നത് നാം നമ്മുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ആരും നമ്മുടെ കാര്യം നോക്കത്തില്ല അല്ലേ? സോ ലുക്ക് ഔട്ട്. ആരും നിങ്ങളുടെ മേളിലോട്ട് ഡോണ്ട് അലൗ എനിവൺ ടു റൺ ഓവർ യു. അതാണ് നമ്മുടെ ലോകത്തിൻ്റെ പ്രത്യേകത. പക്ഷെങ്കിൽ അതല്ല ദൈവികമാണ് പ്രമാണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എൻ അപ്സൈഡ് ഡൗൺ കിങ്ഡം. ദൈവരാജ്യം എന്ന് പറയുന്നത് തലകീഴായി നിൽക്കുന്നതാണ്. നമുക്ക് കരുണ ലഭിച്ചെങ്കിൽ നാം കരുണ കാണിക്കണം. ഞാൻ ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ കഥ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് കരുണ ലഭിക്കുന്ന, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, എൻ്റെ ചെവി കൊണ്ട് കേട്ട ഒരു സംഭവം. കരുണ കാണിക്കാൻ. കാരണം എന്തുകൊണ്ടാണ്? വേറെ ഒരു വ്യവസ്ഥയും വേണ്ട. എന്നോട് ആളുകൾ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. നമ്മളോട് അവർ തെറ്റായ വിധത്തിൽ പെരുമാറിയെന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ ക്രിസ്തു എന്നോട് കരുണ കാണിച്ചത് കൊണ്ട് മാത്രം ഞാൻ കരുണ കാണിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്? ഓക്കെ, കരുണ കാണിക്കണമെന്ന് പറയുന്നത് എളുപ്പം. എങ്ങനെ വേണം കരുണ കാണിക്കാൻ? ഒന്ന്, ബൈ ഷോയിങ് പിറ്റി. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂസ് എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ദൈവമക്കളാണ്. ഓക്കെ, ലെറ്റ് ആ പൊളിറ്റിക്കൽ വ്യൂസ് ബി എനിത്തിങ്. അതിൻ്റെ പേരിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എടുക്കുകയും ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസം ചാർലി കർക്കിനെ ഒരാൾ വെടിവെച്ച് കൊന്നു. ഓക്കെ, ഹൗ ഡു ഐ ഷോ പിറ്റി? ഞാൻ എങ്ങനെ അതിനോട് പിറ്റിയാണ്? ഉടനെ അതിൻ്റെ അടിയിൽ എൻ്റെ പൊളിറ്റിക്കൽ വ്യൂസ് അറിയിക്കുക എന്നുള്ളതല്ല. ഒരു പിതാവ്, ഒരു ഭർത്താവ്, നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടു, അതിലുള്ള സങ്കടം. ഓക്കെ, ഒന്ന്. മറുഭാഗം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം 33 മണിക്കൂറിനുള്ളിൽ കൊലയാളിയെ പിടികൂടി. എങ്ങനെ കരുണ കാണിക്കണം? കർത്താവേ, അവൻ്റെ ആത്മാവ് അങ്ങേ അറിയാതെ, അങ്ങയുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ ഇവിടെ ഈ ലോകത്തോട് യാത്ര പറയരുത് എന്നുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ കരുണ. ഞാൻ ഒന്നുകൂടെ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും എന്നോട് യോജിക്കത്തില്ലായിരിക്കാം. പക്ഷേ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഫ് ഐ വീപ്പ് ഫോർ ദ ബോഡി ഫ്രം വിച്ച് ദ സോൾ ഇസ് ഡിപ്പാർട്ടഡ്, ഷുഡ് ഐ നോട്ട് വീപ്പ് ഫോർ ദ സോൾ ഫ്രം വിച്ച് ഗോഡ് ഇസ് ഡിപ്പാർട്ടഡ്? ഈ ശരീരത്തെ വിട്ടുപോയ ആത്മാവിനെ കുറിച്ച് ഞാൻ വേദനിക്കുന്നു, ഞാൻ കരയുന്നു, ശരി. എന്നാൽ ദൈവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആത്മാവിനെ കുറിച്ച് ഞാൻ കരയണ്ടായോ? അതാണ് കരുണ. പ്രയാസമല്ലയോ? ആണു. ക്രിസ്തുവിനുള്ളവനെ പറ്റത്തുള്ളൂ. എടാ, കല്ലുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് സ്തേഫാനോസ് പ്രാർത്ഥിക്കണമെങ്കിൽ അസാധാരണമായ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലേ? പറ്റത്തില്ല. നടക്കുന്ന കാര്യമല്ലേ? ശക്തമായി സുവിശേഷം പറഞ്ഞു.
നിങ്ങളാണ് മഹത്വത്തിന്റെ പ്രഭുവിനെ കൊന്നെന്നും വ്യക്തമായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കാരണം സത്യത്തിന് രണ്ട് വശങ്ങളില്ല. പക്ഷെങ്കിൽ കല്ലേറ് വരുമ്പോൾ പറയാ, കർത്താവ് ഇവർക്ക് അങ്ങേ അറിയത്തില്ല, അവരുടെ കണ്ണ് തുറക്കണം. സി, ദിസ് ഈസ് ഹൗ മേഴ്സി ഈസ് ട്രാൻസ്ലേറ്റഡ്. അല്ല നമുക്കിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയാം സ്തേഫാനോസിന്റെ കാലത്തും യേശുവിന്റെ കാലത്തും. നമ്മുടെ കാലത്ത് എങ്ങനെയാണ് നമ്മൾ കരുണ കാണിക്കുന്നത്? നമ്മുടെ ജനറേഷനിൽ എങ്ങനെ നമ്മൾ കരുണ കാണിക്കും? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീവിങ് ഓവർ ലോസ്റ്റ് സോൾസ്, ദൈവം ഇല്ലാതെ മരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അകത്തെ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേ ഇൻ വിച്ച് വി ഷോ മേഴ്സി. രണ്ട്, ഹൗ ഡു വി ഷോ മേഴ്സി? ഷോയിങ് മേഴ്സി ബൈ കൺഫ്രണ്ടേഷൻ. നമ്മൾ ചിലപ്പോൾ കരുണ കാണിക്കുന്നത് കൺഫ്രണ്ടേഷനിലൂടെ. ഇന്നത്തെ കാലത്തെ പ്രത്യേകത ഞാൻ പറയട്ടെ, നമ്മൾ ഒന്നിനെയും നമ്മൾ കൺഫ്രണ്ട് ചെയ്യരുത്. ഒന്നിനെക്കുറിച്ച് നമ്മൾ നിലപാടെടുക്കരുത്. ഒന്നിനെക്കുറിച്ച് ആരോട് ചെന്ന് സഹോദരൻ അങ്ങ് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയരുത്. കൺഫ്രണ്ട് ചെയ്യരുതെന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ മോഡൽ. അത് കരുണ കാണിക്കുന്നതല്ല. അത് കരുണ കാണിക്കുന്നതല്ല. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹിതൻ്റെ മകൻ തെറ്റിപ്പോകുമ്പോൾ അവൻ്റെ തോളിലോട്ട് കൈയിട്ടിട്ട് മോനെ നിന്റെ പോക്ക് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് കരുണ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ, അവൻ അങ്ങനെ പോകുന്നേ പോക്കോട്ടെ, നമ്മളായിട്ട് എന്തിനാ, അയ്യോ നമ്മളെന്തിനാ തലവേദന എടുക്കുന്നത്? അത് കരുണയല്ല. ദാറ്റ് ഈസ് നോട്ട് മേഴ്സി. നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുക, ചുമ്മാതിരിക്കുക, കണ്ണടയ്ക്കുക. ഇതൊന്നും അല്ല മേഴ്സി. കർത്താവ് ആഗ്രഹിക്കുന്ന കരുണ എന്ന് പറഞ്ഞാൽ ഐ കെയർ സോ മച്ച് ഫോർ ഹിസ് സോൾ ദാറ്റ് ഐ എം വില്ലിങ് ടു കൺഫ്രണ്ട് ഹിം. അവൻ്റെ ആത്മാവിനെക്കുറിച്ച് എനിക്ക് അത്രമാത്രം എനിക്ക് കൺസേൺ ഉള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു കാര്യം ഞാൻ അവനെ അറിയിക്കും. മൂന്ന്, എങ്ങനെ ഞാൻ കരുണ കാണിക്കണം? ബൈ പ്രേയിങ്, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിലെ ഞാനുമായിട്ട് യോജിക്കാത്ത എത്ര പേരുണ്ട്? എൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ എത്ര പേരുണ്ട്? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, നല്ല കാര്യം. ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് ചേരാത്ത എത്ര പേരെൻ്റെ ലിസ്റ്റിലുണ്ട്? ചോദ്യം. അപ്പോൾ അറിയാൻ കരുണ കാണിക്കുന്നവനാണോ അല്ലയോ എന്ന്, അല്ലേ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പം പ്രെയർ ലിസ്റ്റിനകത്ത് അത് കാണണ്ടേ? ഇപ്പം ബൈബിൾ സ്റ്റഡി വരുന്ന നമ്മുടെ സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം, പ്രാർത്ഥിക്കണം. നമ്മളുമായിട്ട് യോജിച്ചു പോകാത്തവർക്ക് വേണ്ടിയോ? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയോ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചർച്ചസിനെ നാളെ തീർക്കുമെന്ന് പറഞ്ഞ് ഒരുത്തൻ കഴിഞ്ഞ ആഴ്ച കയറി വന്നു, ഇപ്പം അടച്ചെല്ലാം തീർക്കുമെന്ന് പറഞ്ഞു. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമോ? അവിടുത്തെ മിഷണറിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല ഹിമാൻഷുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എടാ, അവനെ വെല്ലുവിളിച്ചവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ അറിയാം കരുണ കാണിക്കുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ പണി തരുന്നൊരു പുള്ളിയില്ലേ, പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവെ അവൻ്റെ മേൽ ഇടുത്തി വീഴണമെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ അറിയാം നമ്മൾ കരുണ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ബെഞ്ച് മാർക്കാണ് കേട്ടോ. നമ്മളെല്ലാം അവിടെ ആയിട്ടുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ കർത്താവിൽ ശരണപ്പെട്ട് അതിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ഗോഡ് ഹാസ് ടു ഹെൽപ്പ് us. നമ്മൾ ബെഞ്ച് മാർക്ക് കുറയ്ക്കാനല്ല, ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറ്റാനല്ല. കർത്താവെ നിൻ്റെ കൃപയാൽ നിൻ്റെ ശക്തിയാൽ ഇത് ചെയ്യാൻ എനിക്ക് കൃപ തരണമേ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ, കരുണ കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. സത്യസുവിശേഷം ഞാൻ ഒരാളോട് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഞാൻ അവരോട് കരുണ കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം സ്നേഹിക്കുന്നവനോട് സത്യം പറയും, അല്ലേ? ആ സത്യത്തിൻ്റെ ഭാഗമായി ഞാൻ സുവിശേഷം അവരോട് പറയും. സോ ഹൗ ഡു വി ഷോ മേഴ്സി? ഇങ്ങനെയാണ് നാം കരുണ കാണിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളുമായിട്ട് എതിർത്ത് നിൽക്കുന്നവരോട് നമ്മൾ സുവിശേഷം പറയുമോ? ചിന്തിക്കണം. അപ്പോൾ അറിയാൻ കരുണ കാണിക്കുന്നവരാണോ നാം. ആട്ടെ, ആറാമത്തേത്, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട് ഫോർ ദേ ഷെൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ആറാമത്തേത് ഹൃദയശുദ്ധി. ഹാപ്പി ആർ ദ ഹോളി. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഹൃദയശുദ്ധി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാക്കണം. നമ്മുടെ ഹൃദയം തഴമ്പിക്കാൻ സാധ്യതയുണ്ട്.
പാപത്തോട് കണ്ണടച്ച് ഇപ്പോൾ നമുക്ക് പാപബോധം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ശുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് സന്തോഷവും ശുദ്ധീകരണവും തമ്മിൽ ഓപ്പോസിറ്റ് അല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഹോളിനെസ് ദാൻ അവർ ഹാപ്പിനെസ് എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെങ്കിൽ യഥാർത്ഥ ഹോളിനെസ്സിലാണ് യഥാർത്ഥ ഹാപ്പിനെസ്, യഥാർത്ഥ ശുദ്ധീകരണത്തിലാണ് യഥാർത്ഥ സന്തോഷം. സങ്കീർത്തനം 51:6 ഇപ്രകാരം ദാവീദ് പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. സോ പ്യൂരിറ്റി എന്ന് പറയുന്നത് പുറമേ ഉള്ള ശുദ്ധിയല്ല, എൻ്റെ ഭാഷയിൽ മാത്രമോ എൻ്റെ വസ്ത്രധാരണത്തിലുള്ള ശുദ്ധിയല്ല, അതിനെക്കുറിച്ച് മാത്രമല്ല, അന്തർഭാഗത്ത്, എൻ്റെ ഹൃദയാന്തർഭാഗത്തുള്ള ഒരു ശുദ്ധീകരണം. ആസാഫ് പറയുന്നു, എന്താ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമായുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. അപ്പം നിർമ്മലമായ ഹൃദയം ആകണം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത് അത് ആരായുന്നവൻ ആർ. ദ ഹാർട്ട് ഈസ് വിക്കഡ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. നമ്മൾ നോക്കുമ്പോൾ എന്തൊരു നല്ല ഒരു ഇന്നസെന്റ് പയ്യനാണ് നമ്മൾ ചിന്തിക്കും. അവൻ്റെ ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും വിഷമവും ഉള്ളതാ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നും ആകുന്നു. അബവ് ഓൾ എൽസ് ഗാർഡ് യുവർ ഹാർട്ട്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം, അശുദ്ധിയിൽ നിന്ന് സൂക്ഷിക്കണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. എന്നാൽ പലപ്പോഴും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഹൃദയകാഠിന്യം വരാൻ സാധിക്കുന്നുണ്ട്. ഫറവോനെ പോലൊക്കെ ഹൃദയകാഠിന്യം വരുമ്പോൾ ജീവിതത്തിൽ അശുദ്ധി പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കത്തില്ല. നാം നമ്മെ തന്നെ വഞ്ചിക്കും. അതുകൊണ്ട് ഹൃദയത്തെ കാക്കണം. ഏറ്റവും ചെറിയ ചിന്തകൾ പരിശുദ്ധാത്മാവ് പറയുന്നു, മോനെ നീ മാനസാന്തരപ്പെടണം, നീ അത് ഏറ്റു പറയണം, നീ പോയി ക്ഷമ ചോദിക്കണം എന്നുള്ള ചില ഉൾപ്രേരണകൾ പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഉടനെ അതിനോട് പ്രതികരിച്ചോണം, അല്ലെങ്കിൽ ഹൃദയം കഠിനമാകും. എൻ്റെ പ്രതികരണത്തിൽ ഞാൻ എത്രമാത്രം താമസിക്കുന്നോ അത്രമാത്രം എൻ്റെ ഹൃദയം കഠിനമായിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഹൃദയകാഠിന്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം. അതുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ടാണ് പറയുന്നത്? അവർ ദൈവത്തെ കാണും. ഈ പ്യൂരിറ്റി എന്താന്നുള്ളതേ ഞാൻ ഒന്ന് ഇച്ചിരി സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, അവനൊരു, നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്തുവാ, അവനൊരു നിഷ്കളങ്കനല്ലോ, വേറൊരു വാക്ക് പറയുമല്ലോ, അവനൊരു പോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, അവനൊരു നിഷ്കളങ്കനാണ്. അപ്പോൾ ഈ നിഷ്കളങ്കനാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് തന്നെ, അവൻ ഈ ഒന്നും അറിയത്തില്ല, അവനൊരു പാവമാന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതല്ല എൻ്റെ അർത്ഥം. ആ വാക്കെന്ന് പറയുന്നത് കഥാർസിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന്, കഥാർസിസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനോളജി അറിയാമല്ലോ, എന്തോ കഥാർസിസ് എന്ന് പറഞ്ഞാൽ വെട്ടിമുറിച്ച് മാറ്റുക എന്നുള്ളതാണ് കഥാർസിസ്, അല്ലേ? അപ്പൊ ഈ കഥാർസിസ് എന്നുള്ള വാക്ക് എവിടുന്നാ വരുന്നത്? ഇവിടെ വ്യക്തമായി കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇരുമാനസൻ കേട്ടോ. ഇരുമാനസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ലോകവും വേണം, കുറച്ച് ദൈവവും വേണം, പക്ഷെ കാണുമ്പോൾ അവനെ പോലെ നിഷ്കളങ്കം വേറെയില്ല. അതല്ല ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവെ മുഴുവനായി ഞാൻ അങ്ങയുടേതാ എന്നുള്ളതാണ്. പ്യൂരിറ്റി ഈസ് നോട്ട് സിൻസിയറിറ്റി. നമ്മളെപ്പോഴും പറയാം അവൻ വലിയ സിൻസിയറാണ് കേട്ടോ, അതല്ല. പ്യൂരിറ്റി ഈസ് കമ്മിങ് ടു ഗോഡ് ഓൺ ഗോഡ്സ് ടേംസ്. എൻ്റെ ജീവിതത്തിൻ്റെ സിൻസിയറിറ്റി, ഹീസ് എ വെരി ഓത്തൻറ്റിക് പേഴ്സൺ, ഓത്തൻറ്റിസിറ്റി അതെല്ലാം വേണം, ഇല്ലെന്നല്ല പറയുന്നത്, സിൻസിയറിറ്റി വേണം, അതല്ല പ്യൂരിറ്റി. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ ദൈവത്തോട് വരുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം വരുന്നു. കർത്താവ് തെറ്റെന്ന് വിളിക്കുന്നത് തെറ്റെന്ന് പറയുന്നു, കർത്താവ് ശരിയെന്ന് പറയുന്നത് ശരിയെന്ന് പറയുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇരുമാനസം, കഥാർസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ രണ്ട് തോണിയിൽ കാലിട്ട് സഞ്ചരിച്ചാൽ എനിക്കൊരിക്കലും ഹൃദയശുദ്ധി വരത്തില്ല. ഞാൻ ചിലതിനെ മുറിച്ച് മാറ്റിയേ ഒക്കത്തുള്ളൂ. എന്നാൽ ഞാൻ ഈ ശുദ്ധീകരണത്തിൽ എങ്ങനെ ജീവിക്കണം? ഹൗ ഡു ഐ റിമെയിൻ ഇൻ പ്യൂരിറ്റി? ഞാൻ എങ്ങനെ എന്നെ തന്നെ ശുദ്ധീകരണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം? ഒന്ന്, യേശുക്രിസ്തു അല്ലാതെ ദൈവവുമായി
എനിക്ക് ബന്ധം വേറെ വഴിയില്ല എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ജീസസ് ഇസ് ദ വേ ടു ഹോളിനെസ്. ഹോളിനെസ് ഇസ് നോട്ട് ദ വേ ടു ജീസസ്. ശുദ്ധീകരണമല്ല യേശുവിലേക്കുള്ള വഴി, യേശുവാണ് ശുദ്ധീകരണത്തിലേക്കുള്ള വഴി എന്നുള്ളത് ഒന്നാമത് ഞാൻ അക്നോളജ് ചെയ്യണം. എനിക്ക് സ്വയത്തിൽ ഒന്നും എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷെങ്കിൽ ക്രിസ്തുവാണ് എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ, അല്ലെങ്കിൽ അവനാണ് എൻ്റെ മറുവില, അവൻ്റെ രക്തത്താലാണ് ഞാൻ കഴുകപ്പെട്ട എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമത്തെ സ്റ്റേജ്. 2, അവൻ്റെ വചനത്തിൽ നാം ജീവിക്കണം. എന്ന് പറഞ്ഞാൽ വചനം വായിക്കണം 100%, വചനം ധ്യാനിക്കണം എന്നുള്ളത് 100%. 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വചനം അനുസരിച്ച് ഞാൻ ജീവിക്കണം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കേട്ടോണം. അനുസരണക്കേട് ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. രാവിലെ പുസ്തകം വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കരുത്. ദെൻ വി ആർ നോട്ട് റിമൈനിങ് ഇൻ ഹിസ് വേർഡ്. അവൻ്റെ വചനത്തിൽ വസിക്കണമെങ്കിൽ അവൻ്റെ വചനം കേട്ട് അനുസരിക്കണം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, പിന്നെയോ എൻ്റെ ഇഷ്ടമനുസരിക്കുന്നവൻ, എൻ്റെ ആജ്ഞകൾ കേൾക്കുന്നവൻ, അവനാണ് യഥാർത്ഥ. 3, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ജഡത്തെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകും. ആത്മാവിനനുസരിച്ച് നാം നടക്കണം. ഈ ലോകം, ജഡം, പിശാച് 3 പേരും ഇങ്ങനെ നമ്മളെ എങ്ങനെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ എൻ്റെ ആത്മാവിൽ സ്ട്രോങ് ആയില്ലെങ്കിൽ ഞാൻ വീഴും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 4, വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രാർത്ഥനാ ജീവിതത്തിൽ നാം മടുക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നതാണ് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ സ്ഥലം. എന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പും ഞാൻ ദൈവവുമായിട്ട് ചെലവഴിക്കുന്ന സമയം. ഇന്ന് ഞാൻ മിണ്ടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് രാവിലെ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തും. പക്ഷേ അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അതുപോലും തിരിച്ചറിയാതെ ഞാൻ മുന്നോട്ട് പോകും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ശക്തി ഈസ് ഈക്വലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം ഹി സ്പെൻഡ്സ് ഇൻ പ്രയർ. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തിയാണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി. പലപ്പോഴും ജീവിത ശുദ്ധീകരണം ഇല്ലാത്തതിൻ്റെ കാരണം പ്രാർത്ഥനയിൽ ഞാൻ സമയം ചെലവഴിക്കാത്തതുകൊണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ലൈവ് എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത്. എപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നോ, പ്രാർത്ഥനയ്ക്ക് ഞാൻ സമയം കണ്ടെത്താതിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം കുറയുന്നു. കാരണം പരിശുദ്ധാത്മാവിന് എന്നോട് ഇടപെടുവാൻ ഞാൻ സമയം കൊടുക്കുന്നില്ല. നീ ഇവിടെ തെറ്റിപ്പോയി എന്ന് പറയാനുള്ള സമയം, അതിനുള്ള ആറ്റ്മോസ്ഫിയർ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ പല കാര്യങ്ങളുടെ പുറകിൽ ഓടുകയാണ്. ശുശ്രൂഷകളാകട്ടെ, ജോലിയാകട്ടെ, പല കാര്യങ്ങളുടെ പുറകിൽ ഓടുക. എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ സമയം കണ്ട്. പഴയ ഒരു പാട്ടുണ്ട്, ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, ടേക്ക് ടൈം ടു ബി ഹോളി. കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ടേക്ക് ടൈം ടു ബി ഹോളി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ. ശരിയാണ്, കർത്താവാണ് നമ്മുടെ ശുദ്ധീകരണം. ഹീ ഈസ് ആർ ഹോളിനെസ്. അത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനാണ്, അതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം സമയമെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോഴാണ് ശുദ്ധീകരണത്തിൽ നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗ്യന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവിനെ കാണേണ്ട പോലെ കാണണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ ലെൻസ് മുഴുവൻ ഇങ്ങനെ ലോകത്തിൻ്റെ പല സാധനം ഇങ്ങനെ പുറണ്ടിരിക്കുക അല്ലേ? നമ്മൾ രാവിലെ സോഷ്യൽ മീഡിയ കണ്ട കാര്യം, നമ്മൾ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ കഥകളും, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ടി വിയെ കണ്ട സാധനങ്ങളും, പിന്നെ ആളുകളുടെ അഭിപ്രായം കേട്ടതും, പിന്നെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ ലെൻസ് മുഴുവൻ ബ്ലേഡ് വിഷനാണ് അല്ലേ? ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധി വേണമെങ്കിൽ കഥാർസിസ്, ഒരു വേർപാട് ആവശ്യമാണ്. വേർപാട് എല്ലാം കൂടെ പറ്റത്തില്ല പ്രിയമുള്ളവരെ, എല്ലാം കൂടെ പറ്റത്തില്ല. നമ്മുടെ വിഷൻ എല്ലായിടത്തും കൂടെ ചെന്ന് കഴിഞ്ഞാൽ കർത്താവിനെ കാണേണ്ട പോലെ കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല. കർത്താവെ, അങ്ങേ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. 7 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, ഫോർ ദേ ഷാൽ ബി കോൾഡ് ദ സൺസ് ഓഫ് ഗോഡ്. സമാധാനം ഉണ്ടാക്കും. അവൻ സമാധാന പ്രഭു എന്നല്ല പേര്. യേശു കർത്താവിനൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു. അപ്പൊ സമാധാന പ്രഭുവിൻ്റെ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം? അടി ഉണ്ടാക്കുന്നവരായിരിക്കണോ? അല്ല, അവർ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അപ്പം നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ പ്രിയമുള്ളവരെ?
ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ സമാധാനമാണോ പ്രശ്നങ്ങളാണോ? ചോദിക്കട്ടെ. ഞാൻ ഓഫീസിൽ പോയതുകൊണ്ട് സമാധാനമാണോ അതോ പൊളിറ്റിക്സ് കൂടുതലാണോ? ഞാൻ ചർച്ചിൽ പോയതുകൊണ്ട് ആളുകൾ ഞാൻ അടി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ ഉള്ളത് കൊണ്ട് സമാധാനം കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അടിയൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നല്ല, നമ്മൾ ദൈവമക്കളാണ്. പക്ഷെങ്കിൽ ഞാൻ ചെന്നതുകൊണ്ട് അടി ഉണ്ടാക്കിയ രണ്ടുപേര് കൈകോർത്ത് പിടിച്ചോ? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഈ ചിലരൊക്കെ, ഞാൻ എപ്പോഴും ഈ എൻ്റെ ഫ്രണ്ട്, ഇപ്പം ഇന്നലെ ഞാനൊരു വിവാഹ ശുശ്രൂഷയിൽ പ്രസംഗിക്കേണ്ടി വന്നു. അപ്പം വരനാണ് എൻ്റെ സ്നേഹിതനെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അധികം പറയത്തില്ല. വധുവാണ് എൻ്റെ കണക്ഷൻ എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കേരള സംസ്കാരം അനുസരിച്ച് സാധാരണ ദ ഗേൾ ഗോസ് ഇൻ ടു ദ ഹൗസ് ഓഫ് ദ ബോയ്, അല്ലേ? സാധാരണ, എല്ലാ പ്രാവശ്യവും അല്ല, ബട്ട് പലപ്പോഴും. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് ചേട്ടനും അനിയനും തമ്മിൽ അടിക്കരുത്, അടി ഉണ്ടാകരുത്. ഞാൻ വീട്ടിൽ വന്നതുകൊണ്ട് അമ്മായിയമ്മയും മരുമക്കളും അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ അടി ഉണ്ടാകരുത്. ഞാൻ വന്നതുകൊണ്ട് അവരുടെ സ്നേഹം കൂടുതൽ ജ്വലിക്കണം. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്ത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാനൊരു കമ്മിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുവരെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്മിറ്റിയിൽ സമാധാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് നമ്മൾ ആശയങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. സത്യം സംസാരിക്കരുത് എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ എഫേർട്ട് സമാധാനം ഉണ്ടാക്കുന്നവരാ. വി ആർ പീസ് മേക്കേഴ്സ്, നോട്ട് പീസ് ബ്രേക്കേഴ്സ്. മനസ്സിലായോ? സമാധാന പ്രഭുവിൻ്റെ മക്കള് സമാധാനം ഉണ്ടാക്കണം. ഞാൻ ഒരുപാട് പ്രായമില്ലെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ കണ്ട വ്യക്തിയാണ്. എൻ്റെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് 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 കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ എനിക്കിച്ചിരി ഒരു ഇളയ സഹോദരൻ എന്നുള്ള മട്ടിൽ നിങ്ങൾ എനിക്കിച്ചിരി ഇത് തരണം. എന്താ ഞാൻ പറയുന്നത്? ഒന്ന് ചില സ്പേസ് തരണം. നിങ്ങൾ ചിലരൊന്നും ഞാൻ പറയുന്നത് അംഗീകരിക്കത്തില്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയും. ദൈവവചനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ദൈവവചനമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. എത്രയോ കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഒരു മരുമകൾ കയറി വരുമ്പോൾ ശിഥിലമായി പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എത്രയോ എത്രയോ പ്രാവശ്യം കണ്ട്, എത്രയോ പ്രാവശ്യം. ആരെയും ഞാൻ കുറ്റം പറയല്ല, ആരെയും കുറ്റം പറയല്ല. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഒരൊറ്റ ആൾ കയറി വന്നിട്ട് ഇത് ഹൗ ഇസ് ദിസ് പോസിബിൾ? ഞാൻ മറുവശവും കണ്ടിട്ടുണ്ട്. അത് കുറച്ചാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മരുമകൾ കയറി വരുമ്പോൾ അയ്യോ, ഭവനത്തിൻ്റെ ഛായ മാറുന്നത്. എന്തൊരു സന്തോഷം, എന്തൊരു സ്നേഹം! സംസാരിക്കാതിരുന്ന കസിൻസ് തമ്മിൽ എന്തൊരു സ്നേഹം, എന്തൊരു കണക്ഷൻ! അപ്പോൾ ഞാൻ കേൾക്കും, ഇവള് വന്നതാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഐശ്വര്യം. പീസ് മേക്കർ, പീസ് മേക്കർ. അപ്പോൾ പ്രിയമുള്ളവരെ, ലെറ്റ് us ബി പീസ് മേക്കേഴ്സ്. നമ്മൾ സമാധാന പ്രഭുവിൻ്റെ മക്കളാണ്. സമാധാനം ഉണ്ടാക്കുന്നത്. എന്താണ് ഒരു പീസ് മേക്കറിൻ്റെ അടയാളങ്ങൾ? എന്താണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, ദൈവവുമായി സമാധാനത്തിലാണ് ആ ആള്. പലരും സമാധാനം കെടുത്തി കളയുന്നതിൻ്റെ കാര്യം അവരും ദൈവവും തമ്മിൽ സമാധാനത്തിലല്ല. എങ്ങനെയാണ് ദൈവവുമായിട്ട് സമാധാനത്തിലാകുന്നത്? ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിലൂടെ. അപ്പൊ ക്രിസ്തുയേശുവിന്, ഞാൻ വിശ്വാസിയ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ദൈവവുമായി സമാധാനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സമാധാനത്തിൻ്റെ ഒരു വാഹകനാകാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, സോ ഒന്ന്, ദൈവവുമായി അവർ സമാധാനത്തിൽ. പലപ്പോഴും പീസ് ബ്രേക്കേഴ്സിൻ്റെ പ്രത്യേകത അവർ ദൈവവുമായിട്ട് സമാധാനത്തിലല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് ലീഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും. ക്രിസ്തുവുമായിട്ട് രമ്യത പ്രാപിക്കണമെന്നുള്ളത് സ്നേഹത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അനിയ, നിനക്ക് കർത്താവിനെ അറിഞ്ഞുകൂടാ, നീ കർത്താവുമായി സമാധാനത്തിലാകണം. നീ ഇപ്പോൾ ക്രൂശിൻ്റെ ശത്രുവായിട്ടാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ കുരിശിലൂടെ നിനക്ക് കർത്താവുമായി ദൈവവുമായി സമാധാനത്തിൽ ഏർപ്പെടാം. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്ന്, അവര് മറ്റുള്ളവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ, സമാധാനത്തിൽ അവരെന്നും ഒരു 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 എന്താ പറയുക, ഒരു പാർട്ട്ണറാണ്. രണ്ടുപേരുടെ കൈകോർത്ത്, നിങ്ങളൊന്ന് കൈകോർത്ത് പിടിച്ചേ. രണ്ട് പേര് സംസാരിക്കാത്ത രണ്ട് കുടുംബങ്ങളാണ്. അവരെ വിളിക്കും ഒരുമിച്ച് വീട്ടിലോട്ട്. നിങ്ങൾ വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുക. സമാധാനം ഉണ്ടാക്കുന്നവർ തമ്മിൽ. അതിൻ്റെ ഇടയ്ക്ക്
നമുക്ക് കൈ കോർത്ത് പിടിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ 15 വർഷമായിട്ട് കൈ കോർത്തിട്ടില്ല, പക്ഷെങ്കിൽ സംസാരിക്കാത്ത പുള്ളികൾ പോലും നമ്മുടെ വീട്ടിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും കൈ കോർത്തല്ലേ വിടും. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കെട്ടിപ്പിടിച്ചായിരിക്കും ഒരുപക്ഷെ പോകുന്നത്. ചിലപ്പോൾ അങ്ങനെ നടക്കൊന്നുമില്ല, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചു. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ. 4, സമാധാനം ഉണ്ടാക്കുന്നവരുടെ പ്രത്യേകത, ദേ വിൽ ട്രൈ ടു ഫൈൻഡ് എ കോമൺ പോയിന്റ്. ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ട്, ഒത്തിരി ഡിബേറ്റ്സ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ തർക്കങ്ങളുണ്ട്. സുവിശേഷത്തിന് കോംപ്രമൈസ് വരാത്ത വിധത്തിൽ എവിടാണ് നമുക്കൊന്ന് ഒന്നിക്കാമെന്ന് എന്നുള്ളതിനെ കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കും. ചിലരുടെ വിഷയം എങ്ങനെയാണെന്നറിയോ, എങ്ങനെ ഇത് ഭിന്നിക്കാം എന്നുള്ളതിനെ കുറിച്ച് വിഷയം തപ്പി നടക്കുക, അല്ലേ? എവിടെ നമ്മൾ അഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ എങ്ങനെ അവർ ഡിസഗ്രി ചെയ്യുന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് റെസ്പോൺസ്. അല്ലാതെ ഞാൻ ഈ കാര്യത്തിൽ യോജിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ യോജിക്കുന്നില്ല. ഫൈൻഡിങ് എ കോമൺ പോയിന്റ് ഓഫ് എഗ്രിമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ ഈ കാര്യത്തിൽ പക്ഷേ എല്ലാം ഓക്കെ, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. സ്റ്റാർട്ട് വിത്ത് ദ പോയിന്റ് യു എഗ്രി, നോ? എന്തിനാ വൈ ആർ യു സ്റ്റാർട്ടിങ് വിത്ത് ദ പോയിന്റ് ഓഫ് ഡിസഗ്രിമെന്റ്? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ എഗ്രിമെന്റ് കണ്ടുപിടിക്കുന്ന മേഖലയിൽ നമ്മുടെ വിശ്വാസമോ സുവിശേഷമോ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഞാൻ വാളിനെ കൊണ്ടുവരാനാ വന്നതെന്ന് പറഞ്ഞാൽ ദ ട്രൂത്ത് വിൽ ഓൾവേസ് ഡിവൈഡ്. സത്യം എന്ന് പറയുന്ന ഒരു ഡിവിസീവ് ഫോഴ്സ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുക, അല്ലാതെ എവിടെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതല്ല. സോ ഹൗ ക്യാൻ ഐ ബി എ പീസ് മേക്കർ? ഈ 4 കാര്യങ്ങളിലൂടെ നമുക്കറിയാം ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവരാണോ. അങ്ങനെയാണെങ്കിൽ അവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ. അപ്പം ഞാൻ കർത്താവിൻ്റെ മോനാണ് മോളാണെന്ന് പറയണമെങ്കിൽ ഞാൻ സമാധാനം ഉണ്ടാക്കേണ്ടവൻ ആണ്. സമാധാന പ്രഭുവിൻ്റെ മക്കളല്ലേ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അവസാനം 8, ഇതാണ് അവസാനത്തെ ഘട്ടം. നമ്മൾ പടി ആത്മാവിൽ ദരിദ്രരായവർ ആദ്യം തുടങ്ങി അവസാനിക്കുന്നത് എന്താണ്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവൻ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഹാപ്പി ആർ ദ ഹരാസ്ഡ്. ഞാൻ മുമ്പേ പറഞ്ഞു ഹാപ്പി ആർ ദ ഹോളി, ഹാപ്പി ആർ ദ പീസ് മേക്കേഴ്സ്, ഹാപ്പി ആർ ദ പുവർ, ഹാപ്പി ആർ ദ മോൺഫുൾ. എന്നാൽ ഇപ്പം ഞാൻ പറയുന്ന ഹാപ്പി ആർ ദ ഹരാസ്ഡ്. നിങ്ങളെ നീതി നിമിത്തം, വേറെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, നിങ്ങളുടെ നീതി നിമിത്തം നിങ്ങളെ ആളുകൾ ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാ. ഈ ലോകത്തിന് എന്താ വേണ്ടിയത്? ഏത് വില കൊടുത്തും ഉപദ്രവം ഒഴിവാക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ സിസ്റ്റം, അല്ലേ? ദൈവമക്കൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഏത് വഴിയും അയ്യോ ഞങ്ങളെ ഇതിനകത്തുനിന്ന് അങ്ങ് വിട്ടേക്കണേ, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട. എന്തിനാ നിങ്ങൾ ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് എവിടെയോ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ സഭക്കാർ അവർ തന്നെ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെട്ട് പോയി ആ നോർത്ത് ഇന്ത്യയിൽ പോയി എല്ലാം അടി വാങ്ങിക്കുന്നത് ചോദിക്കുക. കാരണം അവരെ സംബന്ധിച്ച് അവർ കറക്റ്റ് കാര്യമാണ് പറയുന്നത്. എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ പോയി അവരോട് സുവിശേഷം പറഞ്ഞാൽ അടി വാങ്ങിക്കുന്നത്? അവരെ സംബന്ധിച്ച് കറക്റ്റാണ്. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു നീതി നിമിത്തം, മനസ്സിലായ, നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാന്ന്. നിങ്ങൾ സുവിശേഷം സ്നേഹത്തോടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് വട്ടാടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാ, യാതൊരു സംശയം, നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? അത് കേട്ടപ്പോൾ ഓർത്തോണം, നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഈ ഞാൻ എല്ലാവരോടും ഒന്നും പ്രസംഗിക്കാനൊന്നും പോകത്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെങ്കിൽ ഞങ്ങളുടെ പല ഗ്രൂപ്പ്സ് ഉണ്ട്, സ്കൂൾ ഗ്രൂപ്പ്സ്, മറ്റേ ഗ്രൂപ്പ്, മറിച്ച ഗ്രൂപ്പ്.
അപ്പം ചില പുള്ളികൾക്കുണ്ടല്ലോ ഇത് കാണുന്ന അലർജിയാണ്. വേദപുസ്തകത്തിന് അലർജിയാണ്. ഈ ബൈബിളിനകത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അലർജിയാണ്. അപ്പം ഞാൻ ഈ പലയിടത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കുവൈറ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട്, അവനെ 25 വർഷം കണ്ടാണ് കാണുന്നത്. അവൻ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, സെൽഫി എടുക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ബൈബിളും കൂടെ ഉയർത്തിപ്പിടിക്കും. എന്നിട്ടാണ് സെൽഫി എടുക്കുക. എന്നിട്ട് ഗ്രൂപ്പിലിടും, നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോഴത്തേക്ക് അയ്യോ ഇവന്മാർക്ക് അലർജി എന്ന് പറഞ്ഞാൽ അലർജിയാണ്. എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും, ബട്ട് ഐ എം എ ബൈബിൾ മാൻ. ഇതെൻ്റെ നിലപാടാണ്. അത് എല്ലാവരെയും അറിയിക്കും. അല്ലാതെ ഞാൻ കൺവെൻഷന് മാത്രമല്ല, നിങ്ങൾ എന്നെ റീയൂണിയന് വിളിച്ചാലും എൻ്റെ അലുമിനായി മീറ്റിങ്ങിന് വിളിച്ചാലും നിങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, ഐ എം എ ബൈബിൾ മാൻ. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറവില്ലാത്തവരെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഐ എം എ ബൈബിൾ മാൻ. ഓക്കെ, അതെല്ലാവരും അറിയണം, നിലപാട് അറിഞ്ഞിരിക്കണം. നിങ്ങളത് കാരണം ഇനിയും അതോ ഇതോ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, അതും കാരണം ഞാൻ ഭാഗ്യവാൻ. ഐ എം ഫോർച്ചുനേറ്റ്. മനസ്സിലായി? ഇപ്പോൾ എല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണമെന്നോ നിങ്ങളുടെ മീറ്റിങ്സിനെല്ലാം എന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ ബൈബിൾ മാൻ ആയതുകൊണ്ട് എൻ്റെ കോളേജ് അലുമിനായി എല്ലാവർക്കും എന്നോട് സ്നേഹം കേട്ടോ, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. ദേ റെസ്പെക്ട് മീ, ദേ ലവ് മീ. എനിക്കതിൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനും എൻ്റെ കോളേജ് ഫ്രണ്ട്സിനും ഇപ്പോഴും വളരെ നല്ല ബന്ധമാണ്. പക്ഷെ ചില മീറ്റിങ്ങിന് അവരെന്നെ വിളിക്കത്തില്ല. അവർ തന്നെ തന്നിട്ട് തമാശ പറയും, എടാ ഞങ്ങളുടെ അകത്തെ ഗ്രൂപ്പിൽ പറഞ്ഞു ചെറിയാച്ചനെ വിളിക്കണ്ട. അതിൻ്റെ കാരണം എന്നാ, ചില കാര്യങ്ങൾ അവിടെ നടക്കും, ചെറിയാച്ചന് എന്നെ കൂട്ടണ്ട. എന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിലാണ് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിലാണ് എൻ്റെ ജോലി സ്ഥലത്തെ നമ്മൾ ബോസൊക്കെയാണ്, അതൊക്കെ ശരിയാണ്. ചില ഗ്യാതറിങ്ങിൽ നമ്മുടെ അടിയിലുള്ള പുള്ളികളും നമ്മളെ കൂട്ടത്തില്ല. അതിൻ്റെ കാരണം എന്നാ, അത് വേണ്ട. പലപ്പോഴും ഞാൻ നിലപാടുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് കോളേജിലൊക്കെ, ഓഫീസിലൊക്കെ ഞാൻ അത് ഇന്ന് എനിക്ക് ഇച്ചിരി മസിൽസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മസിൽസ് ഉണ്ട്. അന്ന് എനിക്ക് 24-23 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ഐ യൂസ് ടു ഡീൽ വിത്ത് വെരി ഹൈ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇൻ മൈ കമ്പനി. അന്ന് പരസ്യമായിട്ട് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഞാനും ചിരിക്കും കേട്ടോ, ഞാൻ എൻ്റെ കൂട്ടത്തിലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ അകത്ത് നമുക്ക് പൊള്ളല. കാരണം നമ്മളെന്താ, നമ്മളെ ഒറ്റപ്പെടുത്തിയില്ലേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ കർത്താവ് എന്നാ പറയുന്നേ, എടാ നീതി നിമിത്തമല്ലേ, അവർ കാണിക്കുന്ന തോന്നിവാസം പബ്ലിക്ലി അവർക്ക് യാതൊരു നാണവും മാനവും ഇല്ലാതെ അവരത് കാണിക്കുന്നു. നീ നീതി നിമിത്തമല്ലേ. അതുകൊണ്ട് നീതി നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. ഇപ്പം ഈ ബൈബിൾ സ്റ്റഡി കയറിയിട്ടുള്ള ഒട്ടുമുക്കാൽ പേരും, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ഒട്ടുമുക്കാൽ പേരും നോർത്ത് ഇന്ത്യയിൽ പോയി തല്ലുകൊള്ളുന്നവരൊന്നുമല്ല, അല്ലേ? നിങ്ങളെല്ലാം ഏർബൻ സിറ്റീസിലും ജോലിയുള്ളവരും ഒക്കെ കൂടാ. അതുകൊണ്ട് എല്ലാവരുടെയും ഉപദ്രവം എന്ന് പറയുന്നത് തല്ലുകൊള്ളുന്നതല്ല. ചിലർക്ക് സോഷ്യൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്, അറിയോ? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചിലർ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദർ ഇന്ന് രാത്രി വരണ്ട, നാളെ രാവിലത്തെ ഇതിന് വന്നാൽ മതി എന്ന് പറയും. ഏതാ നാളെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഞങ്ങളുടെ ഒരു കൂട്ടമാണ്, നിങ്ങൾ അത് വേണ്ട മതി. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ നമ്മളെ ഒഴിവാക്കുമ്പോൾ, അവർ നമുക്കെതിരെ കമൻ്റ് അടിക്കുമ്പോൾ, നീതി നിമിത്തമാണെങ്കിൽ, കയ്യിലിരിപ്പ് കാരണമല്ല, നീതി നിമിത്തമാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ 2 തിമോത്തിയോസ് 3:12, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർ എല്ലാവരും അപ്പോൾ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എല്ലാവരും പറയും യെസ്. കർത്താവിനെ പിൻപറ്റാൻ ആഗ്രഹമുണ്ടോ? യെസ്. എന്ന ഒരു കാര്യം ഗ്യാരണ്ടീഡായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കെല്ലാം എക്സ്ക്ലൂഷൻ ഒന്നുമില്ല, എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പം നിങ്ങൾ പറയും അത് വേണ്ട, ഭക്തി മതി, ഉപദ്രവം വേണ്ട. ഇത് ഓൾ ഓർ നത്തിങ് പാക്കേജാണ്. എനിക്ക് വേണ്ടിയത് മാത്രം എടുക്കാനൊക്കത്തില്ല. ഈ നീതിയുടെ പ്രത്യേകത ഞാൻ പറയട്ടെ. നീതി, ഇനിയിപ്പോൾ നിങ്ങൾ ഓഫീസിൽ ഒരു വാക്ക് പോലും പ്രസംഗിച്ചില്ലെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പ്രസംഗിക്കാറില്ല എല്ലായിടത്തും ഒന്നും. സുവിശേഷം പറയാൻ അവസരം ദൈവം തന്നിട്ടുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാതെ മടി പിടിച്ച സമയങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ചില സമയത്ത് കർത്താവിനെ കുറിച്ച് ലജ്ജിച്ച് പിന്മാറിയ സമയങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ശക്തമായിട്ട് പറയേണ്ട സമയങ്ങളിൽ പറയാൻ ദൈവം കൃപ തന്നിട്ടുമുണ്ട്. പക്ഷെങ്കിൽ പ്രസംഗിച്ചില്ലെങ്കിലും, ഒരു വാക്ക് പോലും മിണ്ടിയില്ലെങ്കിലും, ഈവൻ എ റൈച്ചസ് പേഴ്സൺസ് പ്രസൻസ് വിൽ ഇറിറ്റേറ്റ് ഡാർക്ക്നെസ്. അതറിയോ? നിങ്ങളുടെ സാന്നിധ്യം മതിയെന്ന് ചില ഇരുട്ടിൻ്റെ മക്കൾക്ക് അവർക്ക് എന്തുകൊണ്ടോ അങ്ങോട്ട് പറ്റുന്നില്ല.
ദേ ആർ അൺകംഫർട്ടബിൾ. കാരണം റൈച്ചസ്നെസ് ഇസ് കൺഫ്രണ്ടേഷണൽ. അതാണ് റൈച്ചസ്നെസ്സിന്റെ പ്രത്യേകത. നമ്മുടെ സാന്നിധ്യം പോലും അവരുടെ അജണ്ടയ്ക്ക് സെറ്റ് ആകത്തില്ല. അതാണ് റൈച്ചസ്നെസ്. അതുകൊണ്ട് തോമസ് വാട്സൺ ഇപ്രകാരം പറഞ്ഞു കേട്ടോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. ദോ ദേ ബി നെവർ സോ മീക്ക് merciful pure in heart, their piety will not shield them from sufferings. They must hang their harp on the willows and take the cross. എന്തോ പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ ഇനിയും എത്ര കരുണയുള്ളവനാണെങ്കിലും, എത്ര സൗമ്യത ഉണ്ടെങ്കിലും, എത്ര ഹൃദയശുദ്ധി ഉള്ളവനാണെങ്കിലും, എന്നെ ഈ പറഞ്ഞ ഉപദ്രവങ്ങളിൽ നിന്ന് എന്നെ ഇതൊന്നും മറയ്ക്കത്തില്ല. അതിൻ്റെ കാരണം എന്നാ, ദൈവജനത്തിന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വഴിയാണ് ഈ ക്രൂശിൻ്റെ വഴി. അതുകൊണ്ട് ഞാൻ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. നമ്മുടെ സഹോദരങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അവർക്ക് തല്ല് കിട്ടും. നമ്മളിവിടെ ഓഫീസിൽ പോകുമ്പോൾ നമ്മളെ അവർ നിന്ദിക്കും, കളിയാക്കും, അവോയ്ഡ് ചെയ്യും, മാറ്റി നിർത്തും, പുച്ഛിക്കും. എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെങ്കിൽ ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷിച്ചോണം, സന്തോഷിച്ചോണം. പിന്നെ ഇത് വേണ്ടെന്ന് വിചാരിച്ചോ, എനിക്ക് വേണ്ട ഉപദ്രവം, വളരെ എളുപ്പമാണ്. അവർ ജീവിക്കുന്നവരങ്ങ് ജീവിച്ചാൽ മതി, നോ പ്രോബ്ലം, ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം നിങ്ങളെ ആരെങ്കിലും പഴിക്കുകയും ഉപദ്രവിക്കുകയും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഭാഗ്യവാന്മാരാ. എന്താണ് പ്രതിഫലം? എന്താണ് പ്രതിഫലം? കാരണം നിങ്ങൾക്ക് മുമ്പ് പോയ എല്ലാവരെയും അവർ കളിയാക്കി, നിങ്ങളുടെ മുമ്പേ പോയ പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചു, ചിലരെ അവർ കൊന്നു കളഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രസൻറ്റ്? അതിന് യേശു 2 റിവാർഡാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷവും നിമിത്തവും വീടോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ എന്ത് സംഭവിക്കും? കർത്താവ് ഒന്നാമത് പറയുന്നത്, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം. അപ്പൊ കർത്താവ് പറയാം, എൻ്റെ നിമിത്തം നിങ്ങൾ വീട് വിട്ടു, എൻ്റെ നിമിത്തം വിട്ട് നിങ്ങൾ, കാരണം നിങ്ങൾ നിലം വിട്ടു, എൻ്റെ നിമിത്തം നിങ്ങൾ പറഞ്ഞു അത് വേണ്ട കർത്താവ്, നിന്നെ മതിയെന്ന് പറഞ്ഞു. കർത്താവ് പറയാ, ഈ ലോകത്തിൽ 100 മടങ്ങ് ഞാനങ്ങ് തരും. എൻ്റെ കർത്താവ് വാക്കൊന്നും മാറ്റത്തില്ല കേട്ടോ. എനിക്കൊരു 100 സാക്ഷ്യം, എനിക്ക് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ഒരു 10 സാക്ഷ്യം ഞാനിപ്പോൾ പറയാം. എൻ്റെ ജീവിതത്തിൽ 10 സാക്ഷ്യം ഇമ്മീഡിയറ്റ്ലി ഐ ക്യാൻ ഗിവ് യു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്നാ പറയുന്നത്, നിലം വിട്ട എല്ലാവർക്കും. എൻ്റെ ഒരു സ്നേഹിതൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. കർത്താവിന് വേണ്ടി എല്ലാം ഇട്ടേച്ച് ഫീൽഡിൽ പോയി, ക്വാളിഫൈഡ് ഡോക്ടർ. പല കാരണങ്ങളാൽ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇട്ടേച്ച് പോയതാ. അവൻ്റെ വീട് കൂതാശയ്ക്ക് ഞാൻ പോയപ്പോഴേ അവൻ പറയുക, എനിക്ക് പോലും വിശ്വസിക്കാൻ ഭയ ഇങ്ങനൊരു വീട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ വീട് വിട്ട് കഴിയുമ്പോൾ ദൈവം എനിക്ക് വലിയ വീട് തരും, അതല്ല, ആ തിയോളജി അല്ല ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. അത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് ആർക്കും കടക്കാരനല്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്കണം. ചിലപ്പോൾ ഒരു വീടും ഒരു ലാൻഡും ഇല്ലാതായിരിക്കും കർത്താവ് എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഇസ് അപ് ടു ഗോഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ കർത്താവ് അതിന് റെമ്യൂണറേഷൻ തരും. മനസ്സിലായോ? ആ റെമ്യൂണറേഷൻ ഈ അമർത്തി കുലുക്കിയുള്ള പരിപാടിയാണ്. അമർത്തി കുലുക്കുക എന്ന് പറഞ്ഞാൽ, അയ്യോ കർത്താവേ എനിക്ക് താങ്ങാൻ വയ്യേ എന്നുള്ള അനുഗ്രഹം. അത് അനുഭവിച്ച ദൈവമൊക്കെ അറിയാതെ എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു വീട് കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ എനിക്ക് 2 വീട് കിട്ടും. ഈ കോൺസെപ്റ്റേ അല്ല ഞാൻ ഈ പറയുന്നത്. ഐ ആം എഗൻസ്റ്റ് ഓൾ ഓഫ് ദാറ്റ്. സംടൈംസ് യു ജസ്റ്റ് ലിവ്, യു ഗിവ് ആൻഡ് യു ഡൈ വിത്തൗട്ട് എനിത്തിങ്, ആ മേഖലകളിൽ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് പറഞ്ഞു ഞാനിത് കോമ്പൻസേറ്റ് ചെയ്യും. കർത്താവ് കോമ്പൻസേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഈ ലോകം കോമ്പൻസേറ്റ് ചെയ്യുന്നതൊന്നുമല്ല, അതിൻ്റെ കണക്ക് വേറെയാണ്. അത് വേറെ കണക്കാണ്. അത് തലമുറകളൊക്കെ കവിയുന്ന ഒരു കോമ്പൻസേഷനാണ്. അത് ഒരുപക്ഷെങ്കിൽ 100 വർഷം 100 തലമുറയൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് ഒക്കെ കണ്ടു തുടങ്ങാൻ പോലും പറ്റത്തുള്ളൂ. അത് വേണമെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് ഞാൻ വേണേൽ പ്രൂവ് ചെയ്യാം. അതുപോട്ടെ, അതല്ല നമ്മുടെ വിഷയം. പക്ഷെങ്കിൽ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും പ്രതിഫലം നിങ്ങളുടെ വലുതാ. അപ്പോൾ കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിക്കാനൊന്നും ആരും മടിക്കരുത് കേട്ടോ.
ആരും മടിക്കരുത്. രണ്ടുപേര് അത് വേണ്ടെന്നോ ഇത് വേണ്ടെന്നോ നിങ്ങൾ കളിയാക്കിയെന്നോ നിങ്ങളെ മാറ്റിയിരുത്തി ഇതൊന്നും വിഷയമേ അല്ല. ഇതൊന്നും വിഷയമേ അല്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അടിച്ചു ഓടിച്ചപ്പോൾ അവർ സന്തോഷിച്ചത് അല്ലേ? അയ്യോ, ഞങ്ങളെ യോഗ്യരായി എണ്ണിയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് സന്തോഷിച്ചതിൻ്റെ കാരണം അവർക്കറിയാം അവർ ഉപദ്രവം കൊള്ളുന്ന എന്തിനാണ്. പിന്നെ 3, ഈ 1000 ആണ്ട് സംവത്സരമുണ്ട്. വരുവാനിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ. ഏതാ? പുതിയ ആകാശം പുതിയ അതല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ തന്നെ കർത്താവ് വന്ന് വാഴുന്ന ഒരു സമയമുണ്ട്. അന്ന് കർത്താവിന് വേണ്ടി വില കൊടുത്തവരുടെയൊക്കെ പൊസിഷൻ ഞാൻ കാണാൻ കാത്തിരിക്കുക. പൊസിഷനൊക്കെ കാണാൻ കാത്തിരിക്കുക. അവരൊക്കെ ഏത് ലെവലിലായിരിക്കും എന്നുള്ളതൊക്കെ കർത്താവ് അതൊക്കെ കൊടുക്കും. അതൊക്കെ നമുക്ക് കണ്ട് വിൽ സി ഓൾ ഓഫ് ദാറ്റ്. ഒരിക്കൽ ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരും. പിന്നുള്ള ഇറ്റേണൽ റിവാർഡ്, വരുവാനുള്ള പ്രതിഫലം. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നോട്ട് എവ്രി ബിലീവർ മേ റിസീവ് ദ റിവാർഡ്സ് ഇൻ ദിസ് കിങ്ഡം. ഈ പറഞ്ഞ ഈ രാജ്യത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരണമെന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവ് കോമ്പൻസേറ്റ് ചെയ്തിരിക്കും. അത് കണ്ണ് കണ്ടിട്ടില്ല കേട്ടോ, കണ്ണ് കണ്ടിട്ടില്ല, അത് മറക്കരുത്. ആട്ടെ, അവസാനം നമ്മൾ 8 എണ്ണം കഴിഞ്ഞു. 8 എണ്ണം കഴിയുമ്പോൾ 8 പടികളാണ്. തുടങ്ങുന്നത് എവിടാ? ആത്മാവിൽ ദരിദ്രരായവർ. പിന്നെന്താ പറയുന്നത്? ദുഃഖിക്കുന്നവർ. പിന്നെന്താണ് പറയുന്നത്? സൗമ്യതയുള്ളവർ. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ. പിന്നെന്താ പറയുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ. പിന്നെന്താണ് പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ. പിന്നെന്താ പറയുന്നത്? കർത്താവിന് വേണ്ടി നീതി നിമിത്തം കഷ്ടം സഹിക്കുന്നവർ. ഇതാണ് നമ്മുടെ ആത്മീയമായ ജേണിയിൽ നമ്മൾ ഓരോ പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കർത്താവിങ്കിലേക്ക്, രക്ഷയെങ്കിലേക്ക് വന്നതിൻ്റെ കാരണം കർത്താവ് നമ്മുടെ കണ്ണുകൾ തുറന്നു. നമ്മുടെ ആത്മീയമായ ദാരിദ്ര്യം നമുക്ക് മനസ്സിലായി. എനിക്കെല്ലാം ഉണ്ട്, ഞാനിത് ചെയ്തോളാം, ഞാൻ അത്ര മോശക്കാരനല്ല എന്ന് പറയുന്നവന് സ്വർഗ്ഗരാജ്യം, നിക്കോദീമോസിനോട് പറഞ്ഞ പോലെ, നിനക്ക് സ്വർഗ്ഗരാജ്യം കാണാൻ പോലും പറ്റത്തില്ല. എന്നാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്തത് എന്താ? എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നവനാണോ? അത് കഴിഞ്ഞ് സൗമ്യതയെ, കർത്താവെ സൗമ്യനായി മോശയെപ്പോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണോ? അടുത്ത പടി, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവനാണോ? അതോ എൻ്റെ ഈ വിശപ്പും ദാഹവും ലോകത്തിൽ നിന്ന് ഇതിനെ ശമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഞാൻ കരുണ കാണിക്കുന്നുണ്ടോ? കർത്താവ് എന്നോട് എങ്ങനെ കരുണ ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? പടി ഇങ്ങനെ ഹൃദയശുദ്ധിയുള്ളവനാണോ? കർത്താവെ നിന്നെ വ്യക്തമായി കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കാര്യങ്ങളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് എൻ്റെ ലെൻസ് ബ്ലറായി കിടക്കുകയാണോ? ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? മറ്റുള്ളവർ തമ്മിൽ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? അവരെ ദൈവവുമായി സമാധാനത്തിലേക്ക് ചേർക്കുന്നവനാണോ? പിന്നെ അത് മാത്രമല്ല, കർത്താവിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഉപദ്രവം സഹിക്കാൻ തയ്യാറാണോ? am I willing to face persecution for the cause of Christ? ചുരുക്കത്തിൽ ഏറ്റവും വലിയ ഗുരു, ഏറ്റവും വലിയ പ്രസംഗമാണ് ഈ നമ്മളിപ്പോൾ കേട്ടത്. കർത്താവ് പറഞ്ഞു നിർത്തുമ്പോൾ എന്താ പറഞ്ഞ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? ശിഷ്യന്മാരെ, നിങ്ങൾ എന്നെ പോലെ ആയിത്തീരണം. അതല്ലേ പറയുന്നത്? ഇത് ക്രിസ്തുവിനല്ലാതെ ആർക്ക് ചെയ്യാൻ സാധിക്കും? ആർക്കും സാധിക്കത്തില്ല. എന്നാൽ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവന് അതേ ആത്മാവാണ്. എന്താ പറഞ്ഞത്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു, നിങ്ങളുടെ മർത്യ ശരീരം. അപ്പോൾ മനസ്സിലാക്കേണ്ട, ഈ ലോകത്തിലും ഒരു വലിയ അളവിൽ കർത്താവിനെ പോലെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് ശക്തി നൽകും. അതുകൊണ്ട് ഇന്ന് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്നാ? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ആ പാട്ടിൻ്റെ 4 വരി എൻ്റെ തൊണ്ട പോയി കിടക്കുവാണെങ്കിൽ ഒന്ന് പാടാം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഉറപ്പിക്കെന്നെ എന്നാഥ. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ യേശുവെ പോലെ, അതാണ് എൻ്റെ ആഗ്രഹം. യേശുവെ പോലെ കാണണം, യേശുവെ പോലെ കാക്കണം, യേശുവെ പോലെ ജീവിപ്പാൻ അങ്ങയുടെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയോട്, ഇത് അനലൈസ് ചെയ്യേണ്ട വേദഭാഗമല്ല,
ഇത് അപ്ലൈ ചെയ്യേണ്ടിയ വേദഭാഗമാണ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ആത്മീയമായ ദാരിദ്ര്യം മനസ്സിലാകുവാൻ അങ്ങ് ഞങ്ങളുടെ കണ്ണ് തുറന്നു. സ്തോത്രം. എന്നാൽ യേശുവെ പോലെ ആകേണ്ട ഒരുപാട് മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സൗമ്യത കുറഞ്ഞു പോയിട്ടുണ്ട് കർത്താവെ. ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ കണ്ണ് ഞങ്ങൾ നട്ടിട്ടുണ്ട് കർത്താവെ. അങ്ങേ വ്യക്തമായി കാണാതിരിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് കർത്താവെ. സമാധാനം കെടുത്തിയ ഒരുപാട് അവസരങ്ങൾ. ഞങ്ങളെ കർത്താവെ സമാധാനം ഉണ്ടാക്കുന്നവരാക്കണമേ. കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിക്കണമെങ്കിൽ, നീതിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കണമെങ്കിൽ സഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ഇതൊന്നും സാധ്യമല്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ, നിർത്തണമേ. കർത്താവെ, ഞങ്ങൾ ഈ തിങ്കളാഴ്ച ഞങ്ങൾ ജോലിക്കും പഠനത്തിനൊക്കെ പോകുമ്പോൾ ഒരു പടിയും കൂടെ ക്രിസ്തുവിനെ പോലെ ആയി എന്നുള്ളത് ലോകം അറിയാൻ കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ.